കോഴിക്കോട് കടിയങ്ങാട് മുതുവണ്ണാച്ചിയിൽ CPM പ്രവർത്തകനെ വെട്ടി. കുനിയിമൽ ദിനേശനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് CPM ആരോപിക്കുന്നുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഈ സംഭവം? ആര്യ, ദിനേശന്റെ തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്, കൈകാലുകൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 7:45 കൂടിയാണ് സംഭവം. ഇരുചക്ര വാഹനത്തിലെത്തിയ 3 പേരാണ് ഈ ആക്രമണത്തിന് പിന്നാലെ ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ദിനേശൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. എന്നോടൊപ്പം ദിനേശന്റെ സഹോദരൻ കൂടി ചേരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. ആരാണ് ഇത് ചെയ്തത്? കൃത്യമായി രാഷ്ട്രീയമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ചെയ്ത ആളുകളൊക്കെ നാട്ടിലെ ക്രിമിനൽ സംഘമാണ്, RSSന്റെ ക്രിമിനൽ സംഘമാണ് ഏട്ടനെ ആക്രമിച്ചത്. BJP ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. നാട്ടിലെ RSSന്റെ ക്രിമിനൽസാണ് ഇവരാണ് ആക്രമിച്ചത്. ഏട്ടനെ അറിയുന്ന ആളുകളാണോ? അറിയുന്ന, നാട്ടിൽ തന്നെയുള്ള ആളാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. ഇവരെ പരിപാടി ഇത് തന്നെയാണ്. ആരൊക്കെയാണ് ഈ ആക്രമിച്ച സംഘം? ആക്രമിച്ച സംഘത്തിൽ പാറച്ചാലിൽ പ്രജീഷ് എന്ന് പറഞ്ഞ പ്രജി, നിതിൻ ആനന്ദ് എന്ന് പറഞ്ഞാൽ ആനന്ദ്, പിന്നെ സായൂജ്, വടക്കേൽ സായൂജ് എന്ന് പറയും. ഇവർ 3 പേരാണ്. ഇത് പ്രജിയാണ് തലയ്ക്ക് വെട്ടിയത്. മറ്റേ 2 പേരാണ് കമ്പി വടിയോട് കാലിനും കൈക്കും അടിച്ചത്. ഇവരാണ് പ്രതികൾ. എന്താണ് കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവർ എന്താ പറയുക, മുന്നേ ഉള്ള ഒരു കല്യാണ വീട്ടിലുള്ള ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് ഏട്ടൻ ആ കല്യാണ വീട്ടിൽ തന്നെ രാത്രി 8 മണി മുന്നേ തിരിച്ച് വീട്ടിലെത്തിയ ഇവർക്ക് ഈ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇവർ ഇത് തന്നെയാണ് ഇവർ പരിപാടി. ക്രിമിനൽ സംഘമാണ്. നാട്ടിലുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ആക്രമിക്കുക. ഇവർ എന്തോ മയക്കുമരുന്നുണ്ടോയെന്ന് അറിയില്ല, ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ പറഞ്ഞുള്ളത്. ഈ 6 മാസം മുമ്പ് ഒരു വിവാഹ വീട്ടിൽ വെച്ച് പ്രശ്നമുണ്ടായി, അതിൻ്റെ തുടർച്ചയാണോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. സംഘർഷത്തിൻ്റെ ഒരു ആവശ്യം ഇപ്പം നാട്ടിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ആക്രമിക്കേണ്ട മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാരണവും നമ്മൾ കാണുന്നില്ല. നാട്ടിൽ വേറെ അങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണോ ഇത്? ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് നാട്ടിലൊരു സംഘർഷമോ കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുന്നത്. വേറെ ആർക്കും അങ്ങനെ പറ്റി ഒരു അറിവില്ലായിരുന്നു നാട്ടിലൊരു സംഘർഷത്തിന് പോകുന്നുള്ളത്. സഹോദരൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? കുഴപ്പം ഇപ്പം ഇന്ന് 5 മണിക്കാണ്, പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് വാർഡിലേക്ക് മാറ്റിയത്. നല്ല ക്ഷീണമുണ്ട്. ഡോക്ടർ ഇനിയിപ്പോൾ 8 മണിക്ക് ശേഷം വരികയുള്ളൂ, വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തലയ്ക്കും പിന്നെ KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.